ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ഒരു പാരന്റിങ് റിലേറ്റഡ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് യാമിക്കുട്ടിയുടെ വീഡിയോസൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഇൻസ്റ്റയിലും വാട്സാപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവൾ തനിയെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന വീഡിയോസൊക്കെ കാണുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, എന്താണ് ഇത് നല്ലൊരു ഭാഗ്യമാണല്ലോ, ഇങ്ങനെ മോള് തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത്, പകുതി ജോലി കുറഞ്ഞു കിട്ടിയില്ലേ, അങ്ങനത്തെ കൊച്ചുങ്ങളെ കിട്ടുന്നത് ഒരു ഭാഗ്യമാണല്ലോ എന്നൊക്കെ എല്ലാവരും എന്നോട് പറയാറുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, അതൊരിക്കലും ഭാഗ്യമല്ല. ഞാൻ വളരെയധികം കഷ്ടപ്പെട്ട് എൻ്റെ കൊച്ചിനെ ട്രെയിൻ ചെയ്തിട്ടാണ് അങ്ങനെ അവൾ ആയത്. ഒരുപാട് ഞാൻ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അവൾക്ക് അങ്ങനെ ഫുഡ് അവളങ്ങനെ തനിയെ എടുത്ത് കഴിക്കാൻ പാകത്തിനാക്കാൻ ഒരുപാട് എഫേർട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവൾക്കൊരു 7.5 മാസം അല്ലെങ്കിൽ ഒരു 7.5 മാസം ഉള്ളപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അവർക്ക് ഒരു ചെയർ വാങ്ങിക്കുന്നത്. ആമസോണിൽ നിന്ന് ഒരു കുട്ടി ചെയർ വാങ്ങിച്ചിരുന്നു. അപ്പൊ ആ ചെയറിൽ ഇരുത്തിയിട്ടാണ് അവർക്ക് ഞാൻ ഫുഡ് കൊടുത്തു തുടങ്ങിയത്. മീൻസ് അതിന് മുമ്പ് ഫുഡ് കൊടുക്കുമായിരുന്നു, അങ്ങനെയല്ല, അങ്ങനെ ഇരുത്തി ഫുഡ് കൊടുക്കാൻ തുടങ്ങിയത് ആ ഒരു കുഞ്ഞു ചെയറിൽ വെച്ചിട്ടാണ്. മീൻസ് ആ സമയത്ത് അവളിങ്ങനെ ഓടി നടക്കാനോ ഒന്നുമില്ല. അതിന്റെ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് പോലെ അവർ ഫ്രണ്ട് പോർഷനിലുണ്ട്. അപ്പൊ അതിലിങ്ങനെ വീഴാതെ കുഞ്ഞ് ഹോൾഡായി ഇങ്ങനെ ഇരുന്നോളൂ. അങ്ങനത്തെ ഒരു കുട്ടി ചെയർ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ തറയിലിരിക്കും, മോളെ എന്റെ നേരെ ഫേസ് ചെയ്ത് മോളെ ചെയറിലിരുത്തും. എന്നിട്ട് ആദ്യം ഞാൻ ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് വായിൽ ഞാൻ വെച്ചു കൊടുക്കും. അപ്പൊ അവള് കഴിക്കും. അങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ ചെയ്തത് പതുക്കെ പിച്ചിയിട്ട് ആ ചെയറിന്റെ ആ ഒരു ഹോൾഡറിൽ ആ സാധനത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കും. പ്ലേറ്റ് പോലത്തെ ഒരു പോർഷൻ ഉണ്ടല്ലോ, അവിടെ ഇട്ട് കൊടുക്കും. അത് നല്ലോണം ക്ലീൻ ആക്കിയിട്ട് അവിടെ ഇട്ട് കൊടുക്കും. ദെൻ ആദ്യമൊക്കെ മോൾ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ കയ്യിലും മുഖത്തൊക്കെ തേച്ച് വെക്കും. അവള് വായിലോട്ട് അവൾക്ക് വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ പതുക്കെ പിന്നെ അവള് അറിയാതെ വായിലേക്ക് തന്നെ ഇങ്ങനെ പോവായിരുന്നു. അപ്പോ ഞാനിതിൽ കാണിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ എന്റെ പേഷ്യൻസ് തന്നെയാണ്. കാരണം ആദ്യം മോള് ഇങ്ങനെ നമ്മൾ ഫുഡ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും തലമുടിയിൽ തേച്ച് വെക്കുമ്പോൾ, മുഖത്ത് അല്ലെങ്കിൽ കയ്യിലൊക്കെ തേച്ച് വെക്കുമ്പോൾ കുഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യാണല്ലോ എന്ന് പറഞ്ഞിട്ട് പിടിച്ച് മാറ്റി നമ്മൾ തന്നെ പിന്നെ അവരെ പിന്നെ വായിൽ വെച്ച് കൊടുത്ത് ശീലിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അതൊരു ചീത്ത ശീലമായിട്ട് മാറും. അവരൊരു 7 വയസ്സ് 8 വയസ്സൊക്കെ ആകുമ്പോഴും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തു കൊടുക്കേണ്ടി വരും. പുറകെ നടന്ന് വാരി കൊടുക്കേണ്ടി വരും. നമ്മൾ സ്നേഹത്തോടെ വാരി കൊടുക്കാം, അത് വേറെ. അവര് തനിയെ വാരി കഴിക്കാൻ പഠിക്കണമല്ലോ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം അവർക്ക് ഓരോ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നത് പോലെ, നമ്മൾ അവരെ ട്രെയിൻ ചെയ്യുന്നത് പോലെയാണ്. ഇപ്പൊ തന്നെ ഒരു ടോയ് ഒരു കുഞ്ഞെടുത്ത് കളിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ ഞാനും അങ്ങനെ പരാതിപ്പെടുന്ന ഒരാളായിരുന്നു. അവള് ആ ടോയ് എടുക്കില്ല, അല്ലെങ്കിൽ ആ ടോയ് അവൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ പിന്നീടാണ് ചിന്തിച്ചത്, ഞാൻ ആ കുഞ്ഞിനെ ടോയ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ പുതിയതായിട്ടൊരു ടോയ് വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന് നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ അത് വെച്ച് കളിക്കേണ്ടത്, എങ്ങനെ അവൾക്ക് അതിൽ എങ്ങനെയൊക്കെ എൻജോയ്മെന്റ്സ് കണ്ടെത്താം എന്നുള്ള കാര്യം കുഞ്ഞിനെ നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുക്കണം. എന്നാൽ വൺസ് നമ്മളത് ഒരു തവണ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന് പിന്നെ അത് മനസ്സിലാവും. പിന്നെ അവളത് പതിയെ ആ ടോയ് എടുത്ത് കളിച്ച് തുടങ്ങിക്കോളും. അപ്പോൾ നമ്മൾ പറയും അത് കുഞ്ഞുങ്ങൾ തനിയെ എടുത്ത് കളിച്ചോളൂല്ലേ. പക്ഷെ വെറുതെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഇപ്പൊ ഒരു പാട്ട് കേൾക്കുന്ന ഒരു ടോയ് ആണെന്നുണ്ടെങ്കിൽ അത് വെറുതെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതിലല്ലോ കാര്യം. അതിലെവിടെയാണ് ബട്ടൺ, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പാട്ട് വരും എന്ന് മനസ്സിലാക്കി അത് കുഞ്ഞ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് കാണിച്ചു കൊടുക്കണമല്ലോ. സെയിം ലൈക്ക് ദാറ്റ്, അതുപോലെ തന്നെയാണ് നമ്മൾ ഫുഡ് കൊടുക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ എപ്പോഴും കുഞ്ഞുങ്ങളെ തന്നെ കഴിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അവള് കഴിക്കുമ്പോൾ അവളുടെ ഒപ്പം ഞാനും കഴിക്കും. അപ്പോൾ ഞാൻ അവൾക്ക് പിച്ചി കൊടുക്കും, പിന്നെ ഞാനും കഴിക്കും. അപ്പോൾ ഞാൻ കഴിക്കുന്നത് കാണുമ്പോൾ മോക്കൊരു സന്തോഷമാണ്. അതിന്റെ ഒപ്പം അവളും കഴിക്കും. മീൻസ് അമ്മ ചെയ്യുന്നൊരു കാര്യം എനിക്കും ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ അനുകരിക്കുന്നത് അവർക്ക് ഇമിറ്റേറ്റ് ചെയ്യാം. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഇമിറ്റേറ്റ് ചെയ്യുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പൊ അവളുടെ മുമ്പിലിരുന്ന് ഞാൻ കഴിക്കുമ്പോഴത്തേക്കും അവൾക്കും അത് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊരു ഹാപ്പിനെസ്സോട് കൂടി അവൾ കഴിക്കും. അപ്പൊ അതൊക്കെ ഒരു ട്രിക്കുകളാണ്. ആ ട്രിക്കുകളൊക്കെ യൂസ് ചെയ്ത് തന്നെ നമുക്ക് ഇവരെ ശരിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഒരിക്കലും കുഞ്ഞു വാവകളെ നമുക്ക് കഴിക്കുന്ന ഫോഴ്സ് ചെയ്ത് പ്രഷർ കൊടുത്ത് നമുക്ക് ഒരിക്കലും ചെയ്യിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ട്രയൽ ചെയ്ത് നോക്കുക. പിന്നെ ചില അമ്മമാര് പറയുന്നുണ്ട്, എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, അവന്റെ അല്ലെങ്കിൽ അവളുടെ പുറകെ ഓടി നടക്കണം പ്ലേറ്റുമായിട്ട്, എന്നിട്ട് ഇങ്ങനെ നടന്ന് കൊടുക്കണം എന്ന്. അങ്ങനെ കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല, അത് നല്ലത് തന്നെയാണ്. നമ്മൾ കുഞ്ഞുങ്ങളുടെ പുറകെ നടന്ന് അവർക്ക് ഫുഡ് കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ നല്ലതാണ്.
അതായത് അവർക്ക് കുറച്ചും കൂടി ഇപ്പൊ പുറത്ത് മുറ്റത്ത് നടന്ന് അങ്ങനെ ഫുഡ് കൊടുക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് കുഞ്ഞുങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഹാപ്പിനെസ് കിട്ടും. നമുക്ക് കുറച്ചൊരു അധ്വാനമാണ് അവരുടെ പുറകെ ഓടണം എന്നുള്ളത്. പക്ഷെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, അതൊരിക്കലും ഒരു ശീലമാക്കരുത്. മുറ്റത്ത് ഓടിപ്പാഞ്ഞ് നടന്നാൽ മാത്രമേ ഞാൻ ഫുഡ് കഴിക്കുകയുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഫോൺ കാണണം, ഫോൺ കണ്ടാൽ മാത്രമേ ഞാൻ ഫുഡ് കഴിക്കുകയുള്ളൂ, പാട്ട് കേട്ടാൽ മാത്രമേ ഞാൻ ഫുഡ് കഴിക്കുകയുള്ളൂ, അങ്ങനെ ഒരു ശീലം ഉണ്ടല്ലോ, അത് അവരിൽ നിന്ന് നമ്മൾ മാറ്റണം. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഫേക്ക് ചെയ്ത് ഫുഡ് കൊടുക്കുക. അതായത് ഇപ്പൊ ചിലർ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മുട്ടായി ഇങ്ങനെ എടുത്തുകൊണ്ട് വെച്ചിട്ട് പിന്നെ പെട്ടെന്ന് കുറുക്ക് വായിൽ വെച്ച് കൊടുക്കും. ഒരിക്കലും അങ്ങനെ ഫേക്ക് ചെയ്ത് ഫുഡ് കൊടുക്കരുത്. ഈ ഫേക്ക് ചെയ്ത് നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ആ സമയത്ത് കുഞ്ഞിന്റെ വയറ്റിലേക്ക് ആ കുറുക്ക് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫുഡ് പോകുമായിരിക്കും. പക്ഷെ പിന്നീട് കുഞ്ഞിന്റെ മൈൻഡിൽ അത് രജിസ്റ്റർ ആവും. പിന്നെ നമ്മൾ എന്ത് ഫുഡ് കൊണ്ട് കൊടുത്താലും അവർ ചിന്തിക്കുന്നത് ഇതായിരിക്കില്ല, ഇതിനെ പറ്റിക്കുന്നതാണ് എന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും. നമ്മൾ വിചാരിക്കുന്ന പോലെ എപ്പോഴും കുഞ്ഞുങ്ങളെ പറ്റിച്ച് അവർക്ക് ഫുഡ് കൊടുക്കാം എന്ന് ആരും വിചാരിക്കേണ്ട. അവരെ പറ്റിച്ചൊരിക്കലും നമുക്ക് ഫുഡ് കൊടുക്കാൻ പറ്റില്ല. പറ്റുമായിരിക്കും, ചിലപ്പോൾ 1, 2 അല്ലെങ്കിൽ 2, 3 തവണ നിങ്ങൾക്ക് പറ്റുമായിരിക്കും. പക്ഷെ അതിനുശേഷം അവരിത് കണ്ടുപിടിക്കും നിങ്ങളുടെ ട്രിക്ക്. സോ അവരുടെ അടുത്ത് ജെനുവിൻ ആയിട്ട് നിന്ന് തന്നെ അവർക്ക് ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ചില ഫുഡ് കൊടുക്കുമ്പോൾ അവരിത് റിജക്റ്റ് ചെയ്യും, അവർക്കത് ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. സോ അത് കൊടുക്കണ്ട, അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ കൊടുക്കണ്ട. ഒട്ടും പറ്റാത്ത ഒരു ഫുഡ്, അതായത് ഇപ്പൊ ഒരു ഫുഡ് കഴിക്കുന്നില്ല, നമ്മൾ വേറൊരു രീതിയിൽ അത് ഉണ്ടാക്കി കൊടുത്തിട്ട് അവർ കഴിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ. ഇപ്പോൾ ഏത്തക്കാപ്പൊടി എന്റെ കൊച്ചിന് കുറുക്കാക്കി കൊടുത്താലും പാൻകേക്ക് ആക്കി കൊടുത്താലും ഒക്കെ ഏത്തക്കാപ്പൊടി ഇഷ്ടമല്ല. സോ അത് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവളുടെ മെനുവിൽ നിന്ന് ഞാനത് ഒഴിവാക്കി, പിന്നെ വേറെ എടുത്തു. അപ്പോൾ ഒരിക്കലും ഫോഴ്സ് ചെയ്ത് പ്രഷർ ചെയ്ത് ഫുഡ് കൊടുക്കാതിരിക്കുക. ഒരേ പാറ്റേൺ തന്നെ ഫോളോ ചെയ്ത് ഒരേ രീതിയിൽ ഇപ്പൊ കൊച്ചിനെ പുറകെ ഓടി നടന്ന് തന്നെ ഫുഡ് കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പൊ ചെയറിലിരുത്തി ഫുഡ് കൊടുക്കുക. ആ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്കും ഒരു റിപ്പീറ്റേഷൻ വന്നു കഴിയുമ്പോൾ ഒരു മടുപ്പ് വരും, പിന്നെ അവർ ഫുഡ് കഴിക്കാതിരിക്കും. അപ്പോൾ പല രീതിയിൽ അവർക്ക് നല്ല നല്ല കഥകൾ പറഞ്ഞു കൊടുത്ത് കവിതകൾ പാടിക്കൊടുത്ത് ഫുഡ് കൊടുക്കാം. അത് നല്ല രസമായിരിക്കും, അവർക്ക് ഇഷ്ടപ്പെടും. ഒരു തവണയെങ്കിലും നിങ്ങളത് ചെയ്തു നോക്കൂ. എന്റെ കുഞ്ഞിന് ഞാൻ അങ്ങനെ പാട്ടൊക്കെ പാടി ഫുഡ് വായിൽ വെച്ച് കൊടുക്കാറുണ്ട്. അവർക്കത് ഭയങ്കര ഇഷ്ടമാണ്. അവളും അത് എൻജോയ് ചെയ്യാറുണ്ട്, ഞാനും എൻജോയ് ചെയ്യാറുണ്ട്. പിന്നെ ഈ ആമിമോക്ക് ആദ്യം ഞാൻ പറഞ്ഞല്ലോ ഒരു കുഞ്ഞു ചെയറാണ് ഉണ്ടായിരുന്നത് ഫീഡിങ്ങിനായിട്ട്. അപ്പോൾ ആ ചെയർ മാറ്റി ഒരു ഹൈ ചെയർ വാങ്ങിക്കണം എന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ റേറ്റും കാര്യങ്ങളൊക്കെ ഇത്തിരി കൂടുതലായിരുന്നു. നമ്മളിങ്ങനെ ഡിലേ ആക്കി ഇങ്ങനെ വെച്ചേക്കായിരുന്നു. അങ്ങനെ യാമിയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ആസ് എ ലക്ക് അവൾക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയത് ഒരു ഹൈ ചെയർ അവൾക്ക് ഗിഫ്റ്റായിട്ട് കിട്ടി. ഇപ്പൊ അറ്റ് പ്രസന്റ് അവള് അതിലിരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. ഞാനാണെങ്കിലും എന്റെ ഹസ്ബൻഡ് ആണെങ്കിലും ഭയങ്കര ഹാപ്പിയാണ്. കാരണം അവളെ നല്ലോണം ഞങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ചെയറിലിരുന്ന് അവൾ എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കുന്നുണ്ട്. പിന്നെ അതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് ഇപ്പൊ ടോയ്ലറ്റിൽ പോകാനോ എന്തിനെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ജസ്റ്റ് അവർക്ക് എന്തെങ്കിലും ഒരു സ്നാക്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടെ, ഇപ്പൊ റാഗി ചിപ്സ് ഒക്കെ ഞങ്ങൾക്ക് കൊടുക്കാറുണ്ട്. ഇപ്പൊ റാഗി ചിപ്സ് അല്ലെങ്കിൽ പൊരി അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് എനിക്ക് പെട്ടെന്ന് പോയിട്ട് വരാം, സേഫ് ആയിട്ട് എന്റെ കൊച്ചു അവിടെ ഇരിക്കും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടല്ലോ. അപ്പൊ ആ ഹൈ ചെയർ ഈ ഫീഡിങ്ങിനാണെങ്കിലും കുഞ്ഞിന്റെ ആ ഒരു ഫീഡിങ് ടൈമിലുള്ള ആ സേഫ്റ്റിക്കും കാര്യങ്ങൾക്കും എല്ലാം ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പൈസ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല ഈ ഫീഡിങ് ചെയറിൽ. ഞാനാണെങ്കിലും ആദ്യം ഡൗട്ട് അടിച്ച് നിന്ന ഒരാളാണ്. പൈസ ചെലവാക്കി വാങ്ങിച്ചിട്ട് ഇനി ഇവളിത് ഉപയോഗിച്ചില്ലെങ്കിലോ, ഇവൾ ഇതിൽ നിന്ന് ഇറങ്ങി ഓടിയാലോ. കാരണം ഞങ്ങളുടെ കൊച്ചിന് നല്ല പിരിവിരിപ്പുള്ള നല്ല വികൃതിയുള്ളൊരു മോളാണ് എൻ്റെ. അപ്പൊ അവള് ഈ ചെയറിൽ ഇരിക്കുമെന്നൊക്കെ ഞങ്ങൾക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെയാണ് അതിൽ പൈസ മുടക്കാൻ ഞങ്ങൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷെ ആസ് എ ഗിഫ്റ്റ് അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളത് യൂസ് ചെയ്ത് നോക്കി, ഹാപ്പി. കാരണം അവൾക്കത് നല്ല ഉപകാരമായിട്ടുണ്ട്. ഇപ്പോഴും അത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കൊരു ടെൻഷൻ ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അടുക്കളയിലോട്ട് പോകാനോ ഒക്കെ പറ്റുന്നുണ്ട്. പിന്നെ അവക്കാണെങ്കിലും അതൊരു ഡിസിപ്ലിനോട് കൂടി ഫുഡ് കഴിക്കാനേ, അവിടെ ഇവിടെയൊന്നും ആക്കാതെ ഒരു ഡിസിപ്ലിനോട് കൂടി ഫുഡ് കഴിക്കാനും കുഞ്ഞ് പഠിച്ചു.
പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, വീട്ടിലെല്ലാവരും കൂടി ഡൈനിങ് ടേബിളിന്റെ ചുറ്റിനും ഇരുന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഹൈ ചെയർ ഡൈനിങ് ടേബിളിന്റെ അടുത്തോട്ട് ചേർത്തിട്ട് നമ്മുടെ ഒപ്പം വരുത്തി കുഞ്ഞിനും ഫുഡ് കൊടുക്കുക. അപ്പൊ അവർക്ക് നല്ല സന്തോഷമായിരിക്കും. അവരെ ഒറ്റയ്ക്ക് മാറ്റിയിരുത്തിയിട്ട് അവർക്ക് മാത്രമായിട്ട് ഫുഡ് കൊടുക്കുമ്പോൾ, പണ്ടത്തെ ആളുകളൊക്കെ പറയുമല്ലോ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ ആരും കാണരുത്, ആരെയും കാണിക്കാതെ വെച്ച് ഫുഡ് കൊടുക്കണം. പക്ഷെ അതൊക്കെ അവരെ അത് അഫക്റ്റ് ചെയ്യും. കാരണം അവർ ഫുഡിനെ ഇഷ്ടപ്പെട്ട് ഫുഡിനോടൊരു ഇഷ്ടം തോന്നിയൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെയൊക്കെ ഒപ്പം ഇരുന്ന് ഹാപ്പി ആയിട്ട് ചിരിച്ചു കളിച്ചൊക്കെ ഇരുന്ന് അവരും കഴിക്കട്ടെ. അതാണ് അവരുടെ ഹെൽത്തിനും നല്ലത്. ഓക്കെ, അപ്പൊ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്യുമ്പോഴും കുഞ്ഞുങ്ങളുടെ ആ ഒരു ഫീഡിങ് ഹാബിറ്റ്സിനൊക്കെ നല്ല മാറ്റം വന്നു തുടങ്ങും. പിന്നെ ഈ OCD ഉള്ള അമ്മമാരുണ്ടാവുമല്ലോ, അവരുടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന്റെ മുഖത്ത് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, കുഞ്ഞിന്റെ ഫീഡിംഗ് ടേബിളിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അപ്പം തന്നെ തുടച്ചു കൊടുക്കുക. അവരുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുടച്ചു കൊടുക്കുക. എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കണം, കൊച്ച് നല്ല ക്ലീൻ ആയിട്ടിരിക്കണം എന്നുള്ള ഒരു മനോഭാവത്തിലാണ് ഇവരിത് ചെയ്യുന്നത്. പക്ഷെ അതൊരു മണ്ടത്തരമാണ്. നിങ്ങളുടെ കുഞ്ഞ് ഫുഡ് കഴിക്കുന്ന സമയത്ത് കുറച്ച് അവരുടെ കയ്യിൽ പറ്റിക്കോട്ടെ, അവരുടെ ഫീഡിംഗ് ടേബിളിൽ വെച്ച് തേച്ചോട്ടെ, അവരുടെ ദേഹത്ത് കയ്യിലൊക്കെ വെച്ച് തേച്ച് പെരട്ടിയൊക്കെ കഴിച്ചോട്ടെ. അത് അവർ ഫുഡിനെ പരിചയപ്പെടുന്നതാണ്. ഓരോ ഫുഡും തൊട്ടറിഞ്ഞും മനസ്സിലാക്കിയും അവരുടെ ഇഷ്ടത്തിനൊന്നും വിട്ടുകൊടുക്കുക. അതായത് ഇപ്പൊ ഡെയിലി നിങ്ങൾ കുറച്ച് ഫുഡ് അവർക്ക് അവരുടെ വയറ്റിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ വായിൽ വെച്ച് തന്നെ കൊടുക്കണം എന്നാണെങ്കിൽ നിങ്ങൾ ആദ്യം കുറച്ച് ഫുഡ് അവർക്ക് മതിയാവോളം വായിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം അവർക്ക് അവരുടെ കയ്യിലേക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കുക കുറച്ച്. അതെന്തിനാന്ന് വെച്ചാൽ അവർ ഫുഡൊക്കെ തൊട്ട് മനസ്സിലാക്കട്ടെ. ഇപ്പൊ ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും ചോറാണെന്നുണ്ടെങ്കിലും കുറുക്കാണെന്നുണ്ടെങ്കിലും കുറച്ച് അവരൊന്ന് അത് ഫീൽ ചെയ്ത് കഴിക്കട്ടെ. എപ്പോഴും നമ്മൾ വായിലേക്ക് സ്പൂൺ ഫീഡിങ്, അതായത് എല്ലാം ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക എന്നുള്ള ആ ഒരു ശീലം കുഞ്ഞിലേ മുതലേ നമ്മൾ ട്രെയിൻ ചെയ്ത് കൊണ്ടുപോയി വലുതാവുമ്പോഴും ഓരോ ചെറിയ കാര്യം ചെയ്യുമ്പോഴും നിങ്ങളുടെ അസിസ്റ്റൻസ് അവർ തേടി വരും. അല്ല, ഞാനത് തന്നെ ചെയ്തോളാം, എനിക്കത് പറ്റും എന്നൊരു കോൺഫിഡൻസിലേക്ക് അവരെത്തണം എന്നുണ്ടെങ്കിൽ കുഞ്ഞിലേ നിങ്ങൾ അവരെ ട്രെയിൻ ചെയ്ത് തുടങ്ങണം. കുഞ്ഞിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 മാസത്തിന് ശേഷം സോളിഡ് ഫുഡ്സ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെ ശീലങ്ങൾ നിങ്ങൾക്കത് ശരിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് യാമിക്കുട്ടി ഇത്രയും നന്നായിട്ട് അവളെ സ്വയം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങൾ, അവൾക്ക് വേണ്ടി ഞാൻ ചെയ്തു കൊടുത്ത കാര്യങ്ങൾ. പിന്നെ ഇതിപ്പോ നിങ്ങളുടെ മുമ്പിലിരുന്ന് ഇങ്ങനെ ക്യാമറയിൽ നോക്കിയിരുന്ന് പറഞ്ഞു തരുമ്പോഴത്തേക്കും ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സായിട്ട് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷെ ഇത് ചെയ്യുമ്പോൾ മാത്രമേ ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. നമുക്ക് അതിനുള്ളൊരു പേഷ്യൻസ് എന്തായാലും വേണം. നല്ല പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ശരിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞ ഓരോ കാര്യം ആദ്യം കുഞ്ഞ് ഇതിനോട് സഹകരിക്കണം എന്നില്ല, രണ്ടാമത്തെ തവണയും സഹകരിക്കണം എന്നില്ല. നമ്മൾ ചെയ്ത് ലാസ്റ്റ് അവരതിനോട് പൊരുത്തപ്പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരിക്കലും എന്ന് വെച്ച് ഫോഴ്സ് ചെയ്ത് ചെയ്യണം എന്നല്ല, പക്ഷെ നമ്മൾ അതിന്റെ ഓരോ ട്രിക്കുകളും നമ്മൾ ഉപയോഗിച്ച് പതുക്കെ അത് ശരിയാക്കി എടുക്കുന്നതാണ്. അപ്പൊ പറയുന്ന അത്ര സിമ്പിൾ അല്ല ഇത് ചെയ്യാൻ. ഇപ്പോൾ കേൾക്കുന്നവരാണെങ്കിലും ഇത് കേൾക്കുന്ന അത്രയും സിമ്പിൾ അല്ല നിങ്ങൾ ഇത് ചെയ്യാൻ പോകുന്ന ആ ഒരു ടൈമിൽ. സോ നല്ല പേഷ്യൻസോട് കൂടി തന്നെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് അങ്ങോട്ട് ടെൻഷൻ ഫ്രീ ആയിരിക്കും. നിങ്ങൾക്ക് കുറച്ചുകൂടി സുഖമാവും കുഞ്ഞിന്റെ ഫീഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. കാരണം അവരുടെ കാര്യങ്ങൾ ചെയ്തോളും പതുക്കെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പൊ പറ്റുമെങ്കിൽ ഹൈ ചെയർ വാങ്ങിക്കുക, പറ്റുമെങ്കിൽ നിങ്ങൾ അത് വാങ്ങിക്കുക. പിന്നെ കുഞ്ഞിന്റെ ഒപ്പം ഇരുന്ന് ഫുഡ് കഴിക്കുക. ഈ ഹൈ ചെയർ വാങ്ങിക്കുന്നതും അതിനേക്കാളൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കുഞ്ഞുങ്ങളുടെ ഒപ്പം ഇരുന്ന് നിങ്ങൾ ഫുഡ് കഴിക്കുക. നിങ്ങളുടെ വീട്ടിൽ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്ന സമയത്ത് അവിടെ കുഞ്ഞിന്റെ പ്രസൻസ് വേണം. കുഞ്ഞിന് അതെല്ലാം മനസ്സിലാവണം. എല്ലാവരുടെ ഒപ്പം ചിരിച്ച് കളിച്ചിരുന്ന് നല്ല ഹാപ്പി ആയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ കുഞ്ഞിന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. മൂന്നാമത്തെ കാര്യം, കുഞ്ഞ് മുഖത്ത് വെച്ച് തേച്ചാലും കയ്യിൽ വെച്ച് തേച്ചാലും അത് ഈ ഒരു പ്രോസസ്സ് കുറച്ച് മെസ്സിയാണ്. നിങ്ങൾ അതിനെ മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. പതുക്കെ സെറ്റായി വന്നോളും. ഈ ക്ലെൻലിനെസ്സും കാര്യങ്ങളൊക്കെ അവർ പഠിച്ചെടുത്തോളും. അപ്പൊ അതുവരെ നിങ്ങൾ ആ ഒരു പേഷ്യൻസ് കാണിച്ചാൽ മാത്രമേ കുഞ്ഞുങ്ങളെ ആ ഒരു ട്രാക്കിലേക്ക് വരുത്താൻ പറ്റുള്ളൂ. പിന്നെ നാലാമത്തെ കാര്യം, നമ്മൾ ഒരിക്കലും ഫോഴ്സ് ചെയ്ത് പ്രഷർ ചെയ്ത് കുഞ്ഞിന് ഫുഡ് കൊടുക്കാതിരിക്കുക, ഫേക്ക് ചെയ്ത് ഫുഡ് കൊടുക്കാതിരിക്കുക. വേറൊരു സാധനം കാണിച്ചിട്ട് മറ്റത് വായിലേക്ക് കൊടുക്കുക, അതുപോലെ ഫോൺ കാണിച്ച് ഫുഡ് കൊടുക്കുക. ഒരു ശ്രദ്ധ മറ്റേതെങ്കിലും ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ മാറ്റിയിട്ട് ഫുഡ് കൊടുക്കുക എന്നതിലുപരി നല്ല നല്ല കഥകളും പാട്ടുകളും, അതായത് കവിതകളൊക്കെ പാടിക്കൊടുത്ത്, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരുപാട് കഥകളുണ്ട്, അതൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം നിങ്ങൾ ഫുഡും കൊടുക്കുക. പിന്നെ തന്നെ കുഞ്ഞ് വായിൽ വെച്ച് ഫുഡ് കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ക്ലാപ്പ് ചെയ്യുക.
അവർ ഓരോ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് അവരുടെ അച്ചീവ്മെന്റ് ആണ് എന്ന് മനസ്സിലാക്കി അത് കൈയടിച്ച് കൊടുക്കുമ്പോൾ പിന്നെയും അത് ചെയ്യാനുള്ള ഒരു എൻകറേജ്മെന്റ്, ഒരു പ്രോത്സാഹനമാണ് നമ്മളവിടെ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്താലും അത് ഇമിറ്റേറ്റ് ചെയ്യാനായിരിക്കും കുഞ്ഞുങ്ങൾക്കും ആഗ്രഹം. അപ്പൊ അവരുടെ മുന്നിലിരുന്ന് നിങ്ങൾ കഴിക്കുന്ന സമയത്ത് നിങ്ങളെപ്പോലെ ചെയ്യാനേ അവരും ശ്രമിക്കുകയുള്ളൂ. സോ മാക്സിമം അതിന് അങ്ങനെ തന്നെ ചെയ്യുക. ഒറ്റക്കിരുത്തി ആരും കാണാതെ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കണം എന്നൊരു റൂളോ കാര്യങ്ങളോ ഇല്ല. സോ നമ്മുടെ സൊസൈറ്റിയിലുള്ള കുറെ ടാബൂസ് ഉണ്ട്, അതിൽ നിന്നൊക്കെ നമ്മൾ പുറത്തു വരിക, എന്നിട്ട് കുറച്ചുകൂടി ഫ്രീ ആവുക. എന്നാൽ മാത്രമേ നമുക്ക് ഒരു പാരന്റിങ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. കുഞ്ഞുങ്ങളുമായിട്ടുള്ള ആ ഒരു ലൈഫ്, നമ്മുടെ മദർഹുഡൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. കുഞ്ഞുങ്ങൾക്കും അവരുടെ ചൈൽഡ്ഹുഡിലേക്ക് അവർ പോകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ അവർക്ക് ഓരോ മൊമെന്റ്സും എൻജോയബിൾ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതിൽ വെച്ചിട്ടായിരിക്കും. സോ മാക്സിമം ഇങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. നമുക്കൊരിക്കലും 100% പെർഫെക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. എന്നാലും മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ട്രൈ ചെയ്യുക, നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക. സോ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, എൻ്റെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഞാനിപ്പോൾ എൻ്റെ ചാനലിൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടി ആക്റ്റീവായിട്ട് എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഞാനൊരു 30 days ചലഞ്ച് എൻ്റെ ചാനലിൽ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് കുഞ്ഞിന് ഞാൻ കൊടുക്കുന്ന ഹെൽത്തി ബേബി റെസിപ്പീസ്. അപ്പോൾ ഇന്ന് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നാണോ ഇപ്പം ഞാൻ എടുക്കുന്ന ഈ വീഡിയോ ഇന്നായിരിക്കും നാളെ ആയിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് എനിക്ക് ഉറപ്പില്ല കേട്ടോ. സോ അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ഡേ ഒന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും ഞാൻ 30 days ചലഞ്ച് എൻ്റെ ചാനലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസം ഓരോ ഹെൽത്തി റെസിപ്പീസ് ഞാൻ ഇടുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ആ 30 days ചലഞ്ച് എന്തായാലും ഞാൻ സ്റ്റോപ്പ് ചെയ്യാതെ ഞാൻ എനിക്ക് കൊണ്ടുപോകണം. അതിനോടൊപ്പം തന്നെ ഒരു ഷോർട്ട് വീഡിയോയും ഒരു ലോങ് വീഡിയോയും ഡെയിലി ചെയ്യണം എന്നാണ് ആഗ്രഹം. പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഒരു കുഞ്ഞു വാവനെ വെച്ചിട്ട് നമുക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും? കാരണം വീഡിയോ എടുക്കണം, പിന്നെ അത് എഡിറ്റ് ചെയ്യണം, കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ മാക്സിമം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനൊരു ബിഗിനറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.